വൈദ്യുതി ഞങ്ങൾ സിൽവർ സ്റ്റോമിലാണ്. സിൽവർ സ്റ്റോം എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, ഫസ്റ്റത്തെ റൈഡ് തന്നെ ഫ്ലോപ്പായി. ഇനി പറഞ്ഞിട്ട് ഇനി അടുത്ത് പിടിക്കാം. റെക്കമെൻഡ് ചെയ്യില്ല. സാധനം കണ്ടില്ലേ? ഇതാണ് സാധനം. നല്ലതില് സെലക്ട് ചെയ്ത് കയറണം. ഓക്കെ ബൈ. ഈ സാധനം ഒരു ബെൽറ്റൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഈ ഓറഞ്ച് വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് പോകുന്നാണ് പറയുന്നത്. ഇത് വർക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അമ്മത്തിനാവില്ല. ഇതവിടെ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ പൊങ്ങുന്നാണ് പറയുന്നത്. എന്റെ കഴിവ് തന്നെ സഞ്ജീവ സുമ്മാതാ. പൊക്ക് അമർത്തില്ലേ ഇത്ര പൊങ്ങുള്ള നമുക്കറിയില്ല. ഞാൻ അമർത്തിക്കൊണ്ട് അമർത്തിന്റെ ഉണ്ടാവുന്ന 20 ഇല്ല 10 ഇല്ല ഒരു മാതിരി ഇതാവണ്ട. 1 2 3 4 5 സെക്കൻഡ് അമർത്താൻ ഒന്നും നടക്കില്ല. ഞങ്ങൾ പൊങ്ങലില്ല. പൊങ്ങണ്ട് പരിപാടി. ഇവര് പൊങ്ങി ഞങ്ങൾ പൊങ്ങിയില്ല. ഇതെന്തത്? അവിടെ പൊങ്ങണ്ട്, പക്ഷേ ഇത്ര പൊങ്ങുള്ളൂ. നമുക്കൊന്നും അറിയില്ല. ഇത് എത്ര നീക്കി പിടിച്ചിട്ട് ഒരു കാര്യം കാണാനില്ല. ഇപ്പം മരുന്ന് തന്നിട്ടാ ഒരു സമാധാനം കിട്ടി. ഞങ്ങൾ കയറിയത് നാശാതില്ലടാ, കുഴപ്പമില്ല. അനിയാണ് സുമ്മാവാ. നമ്മൾ പൊളിക്കും. ഏതാച്ചാ ഇതാണ് സംഗതി. റോളർ കോസ്റ്റർ ആണ് ഇവര് പറയണത്. ഇതൊന്നും ഒരു റോളർ കോസ്റ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നണില്ല. കാരണം ഞാൻ വണ്ടർലയിൽ പോയുള്ളതാണേ. ഇത് വേണ്ട, പക്ഷെ കാണാൻ രസമുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ കുറേ ഉണ്ട്, പക്ഷെ ഈ അഡ്വഞ്ചർ കാര്യങ്ങള് ഇല്ല. അതാണ് നമുക്ക് വിഷമം. നല്ല കയറി വെക്കാം. പൈസ പോയി. സിൽവർ സ്റ്റോം നമുക്ക് അലമ്പാണ്. അലമ്പ് ഫീലാണ് തരുന്നേ. തരാം. ഈ വഴിയല്ല, വഴി തെറ്റിപ്പോയി. നമ്മൾ തിരിഞ്ഞു കയറണം. ഇതാണ് നമ്മുടെ മോഹ്, സഞ്ച്, ബെഗ്. അതുവരെ തന്നെ പോവുള്ളൂ. കയറി കഴിഞ്ഞാൽ അറിയാം അതുവരെ പോവാന്ന്. അപ്പോൾ കയറിയിട്ട് കാണാം. അടുത്ത നമ്മൾ റോളർ കോസ്റ്റ്. ഇവര് പറയണ റോളർ കോസ്റ്റ്, നമ്മൾ പറയണല്ല. ഇതാണ് സംഗതി. ഇത് വെറുതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും. പക്ഷെ വണ്ടർലയിലെ റോളർ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഇവർക്കത് അറിയില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കയറി വെക്കാം. അല്ലേ ബിഗി? കയറി വെക്കാം അല്ലേ? നെക്സ്റ്റ് ഇതാണ് പക്ഷേ റോളർ കോസ്റ്റ് കേട്ടോ. നമുക്കങ്ങനെ അങ്ങോട്ടൊക്കെ എത്തുന്നാണ് പറയണത്. നമുക്ക് കാണാം എങ്ങനെ തുടങ്ങുന്നു. സേഫ്റ്റി ഇല്ലാത്ത അഡ്വഞ്ചറാണ് ഗൈസ്. ഒന്നുകൊണ്ട് പേടിക്കല്ലേ, സൂപ്പറാണ്. സ്റ്റാർട്ടിംഗ് മൊമെന്റ് ആണത്. ഇതിട്ട് മനസ്സിലാവും. മോഹ മാത്രം ചെയ്യാൻ എങ്ങനെയുണ്ട് യൂസർ എക്സ്പീരിയൻസ്? വണ്ടർലല്ലേ സൂപ്പർ. സിൽവർ സ്റ്റോം അത്ര പോരാ, അത്ര നല്ല തീരി പോരാ. നമ്മൾ അത്ര പേടിപ്പിക്കുന്നില്ല.
സെർച്ച് ചെയ്ത് പോട്ടെ. അവിടെ ഫ്രണ്ടിൽ ജൈന്റ് വീലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും കാണാൻ പറഞ്ഞില്ല അവര്. മേലെ കൂടെ പോയിട്ട് ഇപ്പൊ എന്താ? ഇതാണ് നമ്മുടെ അടുത്ത സാധനം. വലിയ കാര്യങ്ങൾ വരുന്നില്ല, എന്നാലും നമുക്ക് കാണാം. അതുതന്നെയാണ് നമുക്കുള്ള വണ്ടി. ഇത് പോയി തുമ്പി വെള്ളത്തിലിറങ്ങാൻ പറയാ. നമ്മൾ കയറിയിട്ടാ. സേഫ്റ്റിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആവും. അപ്പോൾ സാർ ഒരു ഹായ് പറയൂ. ഇതാണ് നമ്മുടെ പുലി ഇവന്റ്. നോക്കിയേക്കാം. ഓക്കെ, പോയി തുടങ്ങിയാ. ഇതിൽ പോയാൽ നമുക്ക് വണ്ടർല മൊത്തം കാണാന്നാണ് ഇവര് പറയണത്. കണ്ടാ അപ്പൊ ചേച്ചി തുടി വളക്കണമെന്ന് ഞങ്ങൾ കാണിക്കില്ല. ഞങ്ങളെ കുടുംബത്തിലുള്ള നമ്മുടെ കൂടെ വന്ന് വേറൊരു 4 പേരുണ്ട്. അവരുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിൽ കയറി എല്ലാ അന്തർദേശീയ ഇതുണ്ടോ ചേച്ചി? ഫോട്ടോ എടുക്കണുണ്ടോ? പിന്നെ ഇത് അവിടെ വാട്ടർ തീം പാർക്ക്, വെള്ളച്ചാട്ടം. നമ്മുടെ കൂടെ വന്ന ആൾക്കാര് എവിടെയോ എന്തിലോ കയറി നിൽക്കുന്നുണ്ട്. അതല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. ചിലപ്പോ ഇതിലുണ്ടാവും. അത് ഇതിൽ കാണാനില്ല കേട്ടോ. അവര് വെള്ളത്തിൽ ഇറങ്ങിണ്ടാവും. ഒരു കുട്ടി വണ്ടറിലിറങ്ങിയ മൂത്രം വെച്ച് നിറച്ചിണ്ടാവും വെള്ളത്തില്. ഇത് ഈ ഒരു കുട്ടി എന്ത് ചെയ്യാനാ? ഇതവിടെ ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ടാ. ഇതിനൊരു ഗ്യാങ് വരുന്നുണ്ടാ. ഞങ്ങളുടെ ആൾക്കാരെ കാണാനില്ല. അതുണ്ടാവും ഓടിയാസിന്റെ സാധനം ഇരിക്കില്ലേ? ഞങ്ങളുടെ ആൾക്കാർ കാറിൽ കയറുണ്ടാവും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാറ്. വണ്ടർലയിൽ 12 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും 5 എണ്ണുള്ളൂ. ഈ 5 എണ്ണം കൊണ്ട് നമ്മള് എന്ത് ചെയ്യാനാ? ഇതല്ല അവിടെ കുഴപ്പമില്ല, കാണാനൊക്കെ ഭംഗിയാ. പക്ഷേ ഒരു സാധനം ഇല്ല. ഇത് മറ്റേതാണ് റൈഡ്. ഇതാണ് വെറും വെള്ളക്കെട്ട്. ഈ സാന്തി കയറിയ വണ്ടർല മൊത്തത്തിൽ കാണാം. വണ്ടർലയിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളിനി അടുത്ത് കയറാൻ പോണ ഈ ജൈന്റ് വീലിലാട്ടാ. ജൈന്റ് വീൽ അയ്യപ്പ. ഈ ജൈന്റ് വീലിലൊന്നും ആൾക്കാരില്ല, സുഖമായിട്ട് കയറാം. അതാണ് ഇവിടുത്തെ ഒരു ഉപകാരം. ബേഡല്ല ഉപകാരം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാരൊന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ സിൽവർ സ്റ്റോൺ ഒഴിവാക്കിയിട്ട് എല്ലാവരും വണ്ടറിലേക്ക് പോകും. സത്യം, ഞാൻ വെറുതെ പറയല, നെഗറ്റീവ് പറയല. പിന്നെ ഇവരുടെ ഈ സാധനമാണ് ഈ സ്നോ വേൾഡ്. ഈ സ്നോ വേൾഡിലാണ് ഇവരെല്ലാം പെടുത്തിരിക്കുന്നത്. അത് വണ്ടർലയിൽ ഇല്ല. വണ്ടർലയിൽ ഈ സ്നോ വേൾഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കണ്ടാ ഇവിടെ കാർ പാർക്കിങ്, ഇവിടെ എൻട്രൻസ്. ഞങ്ങളുടെയാണ് ഈ ഇനോവ. ഇത് ഈ ഇനോവ ഞങ്ങളുടെ കേട്ടാ. കണ്ടാ ഈ സ്നോ വേൾഡ് കൊണ്ടാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. ഈ സ്നോ വേൾഡ് എല്ലാം 3/4 മണിക്കൂർ, അതായത് 12:45, 1:45, 3:45, 4:45, 5:45, 6:45 അങ്ങനെ എല്ലാ മുക്കാലിലും ഇത് ഓപ്പൺ ആവും. 6:45 ലാസ്റ്റ് ഷോ ഉള്ളത് ഇവിടെ. എല്ലാം കാണാം. സ്നോ വേൾഡിലേക്ക് നേരെ പോകണമായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കഴിഞ്ഞു, ഈ സാധനം കഴിഞ്ഞു. നമ്മൾ ഇവിടെ എത്തിയ സ്ഥലത്ത് ഇറങ്ങാം. അടുത്ത ആൾക്കാർ കയറാം. പ്രത്യേകിച്ച് കാര്യം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ ജൈന്റ് വീൽ കേട്ടോ. ഇത് കയറാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ. ആകെ വെള്ളത്തിൽ മാത്രം കുറേ ടൈം കിട്ടും, വേറെ ഒന്നിലും കിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്ക് ഓരോന്നിൽ കയറണം. അല്ലല്ല, രണ്ടുപേര് കയറും. അടുത്ത 2 പേര് കയറുക. ഒരു തമ്പി കയറിയിട്ടുണ്ട്. തമ്പിമാര് പോയിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് ഇതാണ് നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ആലത്തൂർ കമ്മിറ്റി. കുന്നകള കമ്മിറ്റി ആലത്തൂർ എന്ന് പറഞ്ഞേ. നമുക്ക് ഇതിലൂടെ എല്ലാം കാണാം. പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ തെറ്റൊന്നുമില്ല. എന്നാലും അത് മൊത്തം പട്ടിക്കൂട് പോലെ കെട്ടിട്ട് വരിക. ഇവിടെ ഗ്രില്ലേ ചാടി പോയിട്ടാ. ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ അതിരപ്പള്ളിയാണ്, മനസ്സിലായോ? അതിരപ്പള്ളി നേരെ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിക്ക് സിൽവർ സ്റ്റോം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് പോകണ ആൾക്കാരാവും. നമ്മുടെ കുട്ടികളെ എവിടെയാണോ? കാശ് പോയില്ലേ പറഞ്ഞല്ലേ. ഇനി വെള്ളത്തിലിറങ്ങുമ്പോൾ നമുക്ക് രസം കിട്ടും, അത് മാത്രമേ കിട്ടും. പിന്നെ സ്നോയും ആണ് നമ്മുടെ അടുത്ത സാധനം. ഇതിന്റെ പേര് ഞങ്ങളെ കയറാത്ത കായ്സ് എടുക്കാം. ഒട്ടിക്കത്തെ ചൂടില്ല, കുണ്ടി പൊള്ളി തുടങ്ങി. ഹാഫ് ബോയിൽഡാണ്. ഞങ്ങൾ നല്ല ഉയരത്തേക്ക് എത്തിച്ചോട്ടാ. ഇത് കുഴപ്പമില്ല. ഓക്കെ.
ഒട്ടാശന്റെ കോമഡികൾ നമ്മൾ എൻജോയ് ചെയ്യണം. പിടിച്ചിരുന്നോ ഞാൻ പോകണ്ട് സ്കിപ്പായിട്ട് പോടാ പിടിച്ചിരുന്നോ. അയ്യോ സൂപ്പറാ. എണീറ്റിട്ട് ആദ്യം ഇരുന്ന കുട്ടികളെന്ന് പറഞ്ഞേ. എന്തൊരു പേര് ഒരു മഴക്കാലത്ത് പറഞ്ഞായിരുന്നു. Vicky, aku Sare, നമുക്ക് പണ്ടാറയോടെ boleh. Orang lo? Acisar ഞങ്ങൾ നോവൽ സൂപ്പർ അടിയിൽ മൊത്തം സ്നോ ചാടാൻ പാടില്ലല്ലോ. ഓക്കെ ബ്രോ, ഇതിൻ്റെ വരെ ചാടാൻ പാടില്ല. ഒരൽക്കൊയ്ത്തില്ലാണ്ട് ഇവിടെ നടക്കുക. കൈ ഇങ്ങനെ ആക്കിയിട്ട് നടക്കട്ടെ. ആയിരിക്കണം സാനല് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. തൊള്ളേ കൂടെ പുക പോകും. സീറ്റ് വലിക്കേ വേണ്ട. സൂപ്പർ ആ ചുമക്കുന്നുണ്ട്.
ചൂട് ഭയങ്കര തണവ്, ഭയങ്കര തണവ്. ഇതിട്ടിട്ടൊന്നും സെറ്റാവില്ല. എന്താ ചുണ്ടൊക്കെ പറഞ്ഞിരിക്കോ? പുക സിഗരറ്റ് വലിക്കാണ്ട് പുക ഇടാൻ പറ്റൂടെ? ഉപ്പല്ല, മറ്റേ സ്നോ സ്നോ. Vamos. Jalan barang belum terkandang kembali Kopi semarak itu sembungan kopi Dipaya betul kami sebuka daerah kopi Di mana namun di pokok Elang mayu rumah Tine bari rumah Tine kiri rumah Kayu balik berdebu berdebu Oh, you are right. This is very slow. ഇതാണ് ഇത്ര ഇവിടുത്തെ ഹൊറർ. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഹൊറർ? CCTV കണ്ടിട്ടാ ഹൊററിലെ. കിങ് കോബ്ര. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, പെട്ടുപോയി. ഇത് ഫുള്ള് ഗ്ലാസ്സാ. ഗ്ലൗസ് ഇറങ്ങണ്ടേ? കണ്ട സൂപ്പർ. ഞാൻ
നല്ല രസമുണ്ടല്ലേ. ഇനി ഇത് കണ്ട ഇത് ഒരേപോലെ സ്ഥലം. എങ്ങനെ നോക്കിയാലും പിടിക്കും വഴിയുണ്ടല്ലോ. ഞാൻ തന്നെ ഇവിടെ, ഞാൻ തന്നെ ഇവിടെയും, ഞാൻ തന്നെ ഇവിടെ ഒക്കെ ഞാനാണല്ലോ. എന്താ